regression analysis. Next chapter ആണ് regression analysis. Okay. അപ്പോൾ കോറിലേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുക അല്ലേ? കോറിലേഷൻ മെഷർ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഓക്കെ, നമ്മൾ രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദെൻ റിഗ്രഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യും. പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. Okay, regression analysis in the general sense means the estimation or the prediction of unknown value of one variable from the known value of other variable. എന്താ അവിടെ ചെയ്യുന്നത്? prediction അല്ലെങ്കിൽ estimation ആണ്. ഒരു unknown valueനെ known value of other variables എന്താക്കുന്നു? estimate ചെയ്യുന്നു അല്ലെ? നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ നിന്നും അറിയാത്തൊരു വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക, predict ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ എന്ന് പറയുന്നത്. It is a statistical device used to study the relationship between two or more variables that are related. രണ്ട് വേരിയബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വേരിയബിൾസിൽ നിന്നും ഒരു വേരിയബിൾസിന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. അൺനോൺ ആയിട്ടുള്ള ഒരു വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്ലെയറിന്റെ ഡെഫിനിഷൻ നോക്കാം. റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് average relationship between two or more variables in terms of original unit of data. Okay, it is a mathematical relation അല്ലെങ്കിൽ mathematical measure ആണ്. ആവറേജ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ. ആ ഒരു ഒറിജിനൽ ഡാറ്റ അല്ലെ, നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിന്റെ ഒറിജിനൽ ഡാറ്റ വെച്ചിട്ട് ആ ഒരു വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുകയാണ് എന്താ പറയുന്നത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് ബ്ലെയർ മനസ്സിലാക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി വി ഫൈൻഡ് ഔട്ട് ദ correlation or relationship between variables, then only we can predict or estimate the value from that correlated variables. Then dependent and independent variable. In regression analysis there are two types of variable. The variable whose value is influenced or it is to be predicted is called a dependent variable. Okay, and the variable which influence the value or is used for prediction is called a ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഏതൊരു വേരിയബിളിന്റെ വാല്യൂ ആണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ, അതിനാണ് ഇത് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ. ഏത് വേരിയബിൾ വെച്ചിട്ടാണോ നമ്മൾ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതാണ് എന്ത് പറയുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ കണ്ടെത്തുന്നത് ഡിപെൻഡന്റും ഏതിന്റെ ബേസിലാണോ കണ്ടെത്തുന്നത് അത് ഇൻഡിപെൻഡന്റും ആണ്. Then simple and multiple regression. On the basis of number of variables, regression can be classified into simple and multiple regression. നമ്മൾ നേരത്തെ കോറിലേഷനിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ പഠിച്ചു. അതിനൊരു മറ്റൊരു റിഗ്രഷന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ. When there are only two variables, the regression equation obtained is called simple regression equation. ഓക്കെ, രണ്ട് വേരിയബിൾ മാത്രം വെച്ചിട്ട് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നടത്തുകയാണെങ്കിൽ, അതായത് റിഗ്രഷൻ അനാലിസിസിൽ നമ്മളൊരു ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്തിട്ടാണ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇക്വേഷൻ എന്ന് വന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ റിഗ്രഷൻ അനാലിസിസിൽ രണ്ട് തരത്തിലുണ്ട്, സിമ്പിൾ ഓർ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. ടു വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്താകുന്നു? റിഗ്രഷൻ അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതിനാണ് സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത്. But in case of multiple regression analysis, there are more than two variables. രണ്ട് കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതെന്താണ്? മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. We try to find out the effect of two or more independent variables on one dependent variable. അതായത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെയാണ് ഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് എന്തിൽ കണ്ടെത്തുന്നത്? മൾട്ടിപ്പിൾ റിഗ്രഷനിൽ കണ്ടെത്തുന്നത്. ഓക്കെ, find out the effect of two or more independent variable on the dependent variable. Then we use multiple regression analysis to study the relative movement of z for a movement in x and y. Okay, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേരിയബിൾ let x and y are three variables. Okay, ഇതൊരു മൾട്ടിപ്പിൾ റിഗ്രഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്.
അതായത് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും എന്നല്ലേ പറഞ്ഞു. അപ്പൊ അവിടെ 3 വേരിയബിൾസ് ആണ് എടുത്തിരിക്കുന്നത്, എക്സും വൈയും സെഡും. ആൻഡ് എക്സ് ആൻഡ് വൈ ബി ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് സെഡ് ബി ദ ഡിപെൻഡിങ് ഓൺ ദം. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ അതാണ് സെഡ് ആണ്. ദെൻ എക്സും വൈയും independent variable ആണ്. Then we use the multiple regression analysis to study the relative movement of z from unit of measurement in x and y അല്ലേ. അപ്പൊ zയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യാണ് എന്തെന്ന് x എന്നും y എന്നും. ഓക്കെ, c values is measured from x and y. ഞാൻ അവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ 2 വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ 2 വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി ഒരു വാല്യൂയിൽ നിന്ന് വേറൊരു വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാം. അതാണ് സിമ്പിൾ. മൾട്ടിപ്പിൾ വെച്ചാൽ 2 അതിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടാവും. അതിൽ നിന്നും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്രത്തോളം ചേഞ്ചസ് ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ഡിപെൻഡന്റ് വേരിയബിൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ഉണ്ടാകുന്നത്. 2ൽ കൂടുതൽ വേരിയബിൾസ് വന്നോ അവിടെ നമ്മൾ എന്ത് അനാലിസിസ് നടത്തണം? മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് നടത്തണം. പക്ഷെ നിങ്ങൾക്ക് 2 വേരിയബിൾസ് ഉള്ള സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. On the basis of proportion of changes in the variable, the regression can be classified into linear and non-linear regression. അവിടെ എന്തിന്റെ ബേസിലാണ്? പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസ്. അതൊന്ന് ഓർത്ത് വയ്ക്കും. If the given bivariate data are plotted on a graph, the points so obtained on the scatter diagram will be more or less concentrated around a curve. Is called a curve of regression. If the regression curve is straight line, നമ്മൾ വേരിയബിൾസ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് വെച്ചാൽ, ഓക്കെ, കർവ് ഓഫ് റിഗ്രഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുള്ള കർവ്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ we say there is a linear regression between variables under study. The equation of such a curve is the first degree of equation in the variable x and y. Mathematically, the relationship between x and y in linear equation can be expressed in the form of y equal to a plus bx. Okay. In a linear regression, the changes in the dependent variable is proportionate to changes in the independent variable. അതാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. ഓക്കെ, അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ പ്രൊപ്പോർഷൻ ആയിട്ട് ചേഞ്ചസ് വരിക. എന്തിന്റെ ചേഞ്ചസിനനുസരിച്ച്? ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ചേഞ്ചസിനനുസരിച്ച്. അതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ചേഞ്ചസ് ഇൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ലീനിയർ ഇക്വേഷൻ എന്താണ്? ചേഞ്ചസ് ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ചേഞ്ചസ് ഇൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇഫ് ദ കർവ് ഓഫ് റിഗ്രഷൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, അതെങ്ങനെയുള്ളത് എന്തായിരിക്കും? ദ റിഗ്രഷൻ ഈസ് ടേംഡ് ആസ് കർവ്ഡ് ഓൺ നോൺ ലീനിയർ റിഗ്രഷൻ. The regression equation is not first degree. In this case, the dependent variable does not change by constant amount of changes in the independent variable. Okay. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസിന്റെ ബേസിൽ റിഗ്രഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ലീനിയറും നോൺ ലീനിയറും. ലീനിയറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രൊപ്പോർഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെന്റേജ് ചേഞ്ചസ് എവിടെ വരുന്നു? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചസ് ഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്നുണ്ടെങ്കിൽ അത് ലീനിയർ ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും. നമ്മൾ ആ ഒരു റിഗ്രഷന്റെ പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ എന്തിനു മാറ്റം വരുന്നു? ഡിപെൻഡന്റ് വേരിയബിളിന് മാറ്റം വരുന്നു. അങ്ങനെയുള്ള കേസിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് ആണ്. ഓക്കെ, അതിന്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ആ ഒരു എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. അത് ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഇതാണ്. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് മാത്രം ഇപ്പം ഓർത്ത് വയ്ക്കാൻ, നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് ലീനിയറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസിന്റെ ബേസിൽ നമ്മൾ റിഗ്രഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേരിയബിൾസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മറ്റൊന്നിൽ ചേഞ്ചസ് വരിക.
അതിനാണ് ലീനിയർ എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള കേസിൽ അതിന്റെ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദെൻ ആ ഒരു കർവിന്റെ കർവ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് y equal to a plus bx. If the regression is not straight line, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അതിനാണ് നമ്മൾ കർവ്ഡ് അല്ലെങ്കിൽ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ അതിനർത്ഥം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് ഇൻ ദിസ് കേസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ഡസ് നോട്ട് ചേഞ്ച് ബൈ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ y equal to a plus bx എന്നുള്ള ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? y ന്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഓർത്ത് വയ്ക്കും. ഓക്കെ.